ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ അറിയോ? നമ്മൾ ഇന്നലെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയില്ലേ? അപ്പോൾ ഇന്ന് ഞാനത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. കവർ കണ്ടപ്പോൾ കുറേ സാധനങ്ങളുണ്ട് എന്നൊക്കെ തോന്നും, പക്ഷെ അത്ര സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കവറിലൊക്കെ എന്താ ഉള്ളതെന്ന് നോക്കാം കേട്ടോ. ഈ കവറിൽ കുറച്ച് ബുക്സൊക്കെയാണ് കേട്ടോ ഉള്ളത്. ക്ലാസ്മേറ്റിൻ്റെ 5 നോട്ട് ബുക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കി ബുക്സ് പിന്നെ വാങ്ങാൻ വിചാരിച്ചു. ഇപ്പോൾ 5 കേട്ടോ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഡോംസിൻ്റെ ഈ സ്കെച്ച് ബുക്ക് ഞാൻ വെറുതെ മേടിച്ചതാണ്, കളറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതായിട്ട്. സ്കൂളിലേക്കൊന്നുമല്ല, ഇത് ഞാൻ വെറുതെ മേടിച്ചതാണ്. അപ്പോൾ ഇതിന് 40 രൂപയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതാ കുറച്ച് 5 ക്ലാസ്മേറ്റിൻ്റെ നോട്ട് ബുക്സ് ഉണ്ട്. ഈ ക്ലാസ്മേറ്റിൻ്റെ നോട്ട് ബുക്സിലത്തെ പ്രിൻ്റൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, പിന്നെ ക്വാളിറ്റി അതെ. അപ്പോൾ 5 ബുക്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഞാൻ മറ്റേ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, വൈറലായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ, ബുക്കിൽ ഒട്ടിക്കണ ഒരു കവർ, അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് ആ പോയ കടയിൽ നിന്ന്, ബാഗ് വാങ്ങിച്ച കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചത്. പിന്നെ അത് ഒരു മാത്സ് ബുക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ നെയിം സ്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, ചുളുങ്ങണ്ട വിചാരിച്ചിട്ട്. 2 നെയിം സ്ലിപ്പ് ഉണ്ട്. ഇത് നല്ല പ്ലെയിൻ ആയിട്ടുള്ളതാണെന്ന് വേണമെന്ന് വിചാരിച്ച്, പക്ഷെ അവിടെ ഫുള്ള് കാർട്ടൂണിൻ്റെ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് അടുത്ത സാധനം ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതിൽ 10 ഉണ്ടായിരുന്നു, അതിൽ 5 ഞാൻ അതിലൊട്ടിച്ചു, ഇനി ബാക്കി 5 കൂടി ഉണ്ട്. അപ്പോൾ അടുത്തത് ഒരു അപ്സര പെൻസിലാണ് കേട്ടോ. ഇത് സാധാ ഒരു പെട്ടി പെൻസിൽ. ഇതിന് വേറെ പ്രത്യേകത ഉണ്ടോ ചോദിച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ പെട്ടി മാറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കവർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇനി അടുത്ത കവർ ഇട്ടുണ്ടേ. അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിൽ 2 പുസ്തകം പൊതിയണ സംഭവമുണ്ട്. ഇത് 2 വേണോ വേണ്ടേന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഇതുകൊണ്ട് പൊതിയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഒരു പൗച്ചിൻ്റെ ഉള്ളിൽ ഞാൻ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, വാങ്ങിച്ചത് തന്നെ. അത് കാണാതെ പോകണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട് പോകണ്ടല്ലോ വിചാരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുറച്ച് സ്കെയിലല്ല, ഒരു സ്കെയില്, ഹൈലൈറ്റർ, അതൊക്കെയാണ്. ഇത് 5 പേന മേടിച്ചിട്ടുണ്ട്, ബ്ലാക്ക് കേട്ടോ. എനിക്ക് ബ്ലാക്കാണ് ഏറ്റവും ഇഷ്ടം. പേന ബ്ലാക്കും കൊണ്ട് എഴുതുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അത് സ്റ്റാപ്ലെയർ ഉണ്ട്, പിന്നെ ഒരു കട്ടറുണ്ട്. റബ്ബറൊന്നും ഞാൻ ഇപ്രാവശ്യം മേടിച്ചില്ല, റബ്ബറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. റബ്ബർ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പഴയ റബ്ബർ ഇവിടെ തന്നെ ഇരിക്കും, അതുകൊണ്ട് പിന്നെ വേറെ മേടിച്ചില്ല. അങ്ങനെ അതൊക്കെ തിരിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ. കുറേ നേരം സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് മാറുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ അടുത്ത സാധനം നോക്കാം. ഇനി ഇതൊരു കളറുണ്ട് കേട്ടോ. സ്കെച്ച് മേടിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പിന്നെ സ്കെച്ച് മേടിച്ചാൽ അത് പെട്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് അതൊക്കെ എങ്ങടേലൊക്കെ പോവും. ക്രയോണും പോവുകയൊക്കെ ചെയ്യും, എന്നാലും ഒരു പെട്ടി ഉണ്ടല്ലോ അതിൻ്റെ ഒപ്പം. പിന്നെ ഒരു വൈറ്റ്നറും ഉണ്ട്. അങ്ങനെ ഈ കവറും കാര്യമായി. പിന്നെ ഒരു ബാഗാണ് കേട്ടോ, മറ്റേ വലിയ കവറിലുണ്ടായിരുന്നത്. ബാഗ് നല്ല രസമുള്ളൊരു വയലറ്റ് കളറുള്ള ബാഗാണ്. ബ്ലാക്ക് ആണെങ്കിൽ ചളിയൊന്നും കൊണ്ട് അറിയില്ല, പക്ഷെ ഞാൻ വയലറ്റ് വാങ്ങി. ചളിയായാൽ നമുക്ക് കഴുകാം. അപ്പോൾ അതിൽ കുറേ സിബൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു സിബുണ്ട്, പിന്നെ മുകളിലേറ്റവും ഫ്രണ്ടിലൊരു സിബുണ്ട്, ബാക്കിലൊരു സിബുണ്ട്. അങ്ങനെ ഫുള്ള് സിബാണ് ഇതിൽ. അപ്പോൾ നല്ല ചന്തമുള്ളൊരു ബാഗാണ് കേട്ടോ ഇത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചുറ്റുപത്രം, 2 ചുറ്റുപത്രം ഉണ്ട്. ഇതിൽ ഒരു ബ്ലൂ കളർ എനിക്ക് അച്ഛൻ കൊണ്ടുവന്നതാണ്. അത് ഇതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്, അല്ലെച്ചാൽ ബ്രൗൺ വാങ്ങിക്കില്ലായിരുന്നു. ഇത് മിൽട്ടൻ്റെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാധാ ഒരു ചുറ്റുപത്രം, കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട് ഇതിന്. ഇതപ്പോൾ അടച്ച് വയ്ക്കാം നമുക്ക്. ഈ ചുറ്റുപത്രം കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച ചുറ്റുപത്രം, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ. അപ്പോൾ ഇത് ഞാൻ ഏറ്റവും കനം കുറഞ്ഞതും ചെറുതൊക്കെ നോക്കി എടുത്തതാണ് കേട്ടോ. കാരണം ചോറിട്ടാൽ നല്ല വെയിറ്റാണ് ബാഗിന്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നല്ല വെയിറ്റ് കുറവുള്ള ചുറ്റുപാത്രമൊക്കെ നോക്കിയെടുത്തതാണ്. പിന്നെ അതിൻ്റെ സൈസൊക്കെ കണ്ട, ഞാൻ തടിയൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് എടുത്തത്. അങ്ങനെ അതിൻ്റെ ഉള്ളൊരു കറിപ്പാത്രം ഉണ്ട്. അപ്പോൾ ഈ ചുറ്റുപാത്രം കഴിഞ്ഞു. പിന്നെ ഒരു കുപ്പിയുണ്ട്. കുപ്പി ഞാൻ അതേപോലെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ ഇപ്രാവശ്യം വാങ്ങിയത്. അപ്പോൾ ഈ ഒരു
കുപ്പീൻ്റെ അടപ്പ് നല്ല അടിപൊളിയാട്ടോ, ഒറ്റ തിരി തിരിച്ച് അപ്പടയും അങ്ങനത്തെ ഒരു അടപ്പാണ്, കണ്ടല്ലേ. അപ്പം ഇനിയും 2-3 സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട്. ഫയലും പിന്നെ ജോമെട്രി ബോക്സൊന്നും വാങ്ങിച്ചിട്ടില്ല, പിന്നെ കുറച്ച് ബുക്കും വാങ്ങണം. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടി ഇനി വാങ്ങാനുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പോൾ അത്രയൊക്കെ തന്നെ വേണ്ടി വരുള്ളൂ. ഇനി വേറെ വല്ലതും ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.